വെയിറ്റിൽ നല്ല വ്യത്യാസമുണ്ട്. 107 ആയിരുന്നു, ഇപ്പോൾ 92 ആയി. കോക്കനട്ട് ഓയിലും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചിട്ടുള്ള കറികളാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ തൈരൊന്നും കഴിക്കൂലായിരുന്നു, തൈരൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്, ചായ മാത്രം ഒഴിവാക്കി. മീൻസ് അങ്ങനെ ഒഴിവാക്കി മീൻസ് എവിടെയെങ്കിലും നമ്മളൊരു ഗസ്റ്റായിട്ട് ചെന്നപ്പോൾ ചായ വന്നു കഴിഞ്ഞാൽ കുടിക്കാതിരിക്കുന്നില്ല, ലേശം കുടിക്കും. ചായ എന്നൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി. ചായക്ക് ഒരു എട്ടി ഉണ്ടാക്കി കുടിക്കും, എന്നിട്ട് ഷുഗർ ഇടാതെ. അങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നുണ്ട്, നന്നായി കഴിക്കുന്നുണ്ട്, ക്ഷീണമില്ലല്ലോ. സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് അതെപ്പോഴും ഓർമ്മയിലുണ്ട്. സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ അതായത് തിരക്ക് പിടിച്ച് സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി വന്നത്. സാറിൻ്റെ ക്ലാസ് നല്ല എഫക്റ്റ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്താനുള്ള കുറച്ച് എന്തെങ്കിലും 2-3 പോയിൻ്റ് നമുക്ക് കിട്ടും. അത് നമുക്കൊരു കറക്റ്റ് ചെയ്യാൻ പറ്റും. സാറ് പറയുന്നതും നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലും കൂടെ നമ്മളത് കമ്പയർ ചെയ്ത് നോക്കും. സാറ് പറഞ്ഞായിട്ട് ഞാൻ എന്തൊക്കെ കറക്റ്റ് ചെയ്യണം, എവിടെയാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത് എന്ന് നമുക്ക് തോന്നും. സാറിങ്ങനെ നമുക്ക് എല്ലാം പറയുന്നല്ലേ, എല്ലാവരും ടച്ച് ചെയ്താണല്ലോ പോകുന്നത്. ഒരു ദിവസത്തെ നമ്മൾ രാവിലെ ഉണരുമ്പോൾ മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് ചേഞ്ച് ചെയ്യണം, എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇന്ന് തന്നെ ഞാൻ ആണെങ്കിലും നമുക്ക് കല്യാണം എന്തെങ്കിലും പാർട്ടികൾക്കൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടല്ലേ, ടൈമിലല്ലേ നമ്മൾ കഴിക്കുന്നത്, അവിടെ നമ്മുടെ ടൈം അല്ലല്ലോ. അപ്പോൾ നമുക്ക് അതൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇന്ന് സാറത് കറക്റ്റ് ചെയ്തു എങ്ങനെയാണത് ഡീലാക്കേണ്ടത്. ആദ്യമൊന്നും എനിക്ക് കുറച്ച് ഇവിടെ ഡയറ്റ് പറഞ്ഞതനുസരിച്ച് മുമ്പോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട്, ചായയൊക്കെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ നമ്മൾ ചായ കുടിക്കുമല്ലോ, അപ്പോൾ ആ ചായ ഒക്കെ ഒഴിവാക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പേര് അന്നമ്മ തങ്കച്ചൻ, വീട് ചേർത്തല പള്ളിപ്പുറം ആണ്. എന്ന് പറയുമ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തൈറോയിഡക്ടമി കഴിഞ്ഞാൽ മരുന്ന് തൈറോണം കഴിക്കും. അത് കഴിഞ്ഞാൽ ചായ കുടിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് വീട്ടിൽ, ഇഡലി ദോശ, അതെന്താണ് അത് 2-3 ഒക്കെ കഴിക്കും. വിശപ്പുണ്ടെങ്കിൽ 4 എണ്ണം കഴിക്കും, അല്ലെങ്കിൽ 3 എണ്ണം കഴിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഊണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് ലൈം ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും കുടിക്കും, ചില പഴം അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കും. അങ്ങനെ അല്ലാതെ നമുക്ക് ടൈമൊന്നും ഇല്ലല്ലോ. ചിലപ്പോൾ 9 മണിക്കൊക്കെ ആയിരിക്കും രാവിലെ, 9 മണിയൊക്കെ ആവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. രാവിലെ ചായ കുടിച്ചാൽ പിന്നെ 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് 2 മണിക്ക് ഇടയ്ക്കുള്ള ടൈമാണ് ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്നത് നേരത്തെ. പിന്നെ വൈകിട്ട് ഇതുപോലെ ചായ എന്തെങ്കിലും സ്നാക്ക് കഴിക്കും. ഒരു 8-9 മണി ആ ടൈമാണ് ഡിന്നർ കഴിച്ചിരുന്നത്. അതായിരുന്നു നേരത്തെ ഉള്ളത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആര് വന്നാലും വന്നില്ല, നമ്മൾ ടൈമിൽ ഹസ്ബൻഡൊക്കെ ടൈമിൽ നോക്കുന്നവരാണ് എല്ലാവരും, മക്കളും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഞാൻ പറയും എൻ്റെ ടൈമായി, എല്ലാവരും വന്നോ. അപ്പോൾ അവർ ഹാപ്പിയാണ് കേട്ടോ, അവരുടെ ടൈമിൽ ഞാൻ എത്തി. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഇവിടെ. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കാരണത്തെ വരാൻ പറ്റിയില്ല, ബ്രേക്ക് ആയാലും ടൈമിൽ തന്നെ എല്ലാം നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞ നമ്പറിലായിരുന്നു കഴിഞ്ഞതാണ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് കുറച്ച് ബ്രേക്ക് ആയിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല. സിസ്റ്ററിനൊന്ന് ഡെങ്കിയുടെ പോസിറ്റീവായി, അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ്, ന്യൂറോയുടെ കുറച്ച് പ്രശ്നം, അങ്ങനെയൊക്കെ എനിക്ക് MRI ചെയ്യാൻ പോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ കുറച്ച് ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു. അങ്ങനെ പോകുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും ഇപ്പം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഇപ്പോൾ വൈറ്റമിൻ D ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വരുന്ന സമയത്ത്. സാറിനോട് പറഞ്ഞ് നന്നായിട്ട് എണ്ണയൊക്കെ ഉപയോഗിച്ചോ, അപ്പം അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും. ഡയറ്റീഷ്യനാലും പറയും തൈരൊക്കെ കഴിക്കാം. നമ്മൾ ഈ ക്രീമൊക്കെ മാറ്റിയിട്ട് തൈരുണ്ടാക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു ആദ്യം. വണ്ണം വയ്ക്കുമല്ലോ, അപ്പോൾ പേടിയാണ്. അപ്പോൾ അതൊക്കെ മാറി ജനിച്ച് നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല പാലിൽ ക്രീമുള്ള പാൽ കൊണ്ടുവന്ന് തൈരുണ്ടാക്കി കഴിക്കുന്നത്. അങ്ങനെയെല്ലാം ശ്രദ്ധിക്കുന്നത്. ഒന്നും വണ്ണം ഉണ്ടല്ലോ അതുകൊണ്ട് അത് കഴിക്കാൻ ഇത് ചായ മാത്രം ഒഴിവാക്കി ബാക്കി എല്ലാം കഴിക്കുക. ഷുഗർ കഴിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ തനിയെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ആണ് ഞാൻ കുറച്ച് കൊണ്ടുവന്നത്. രാവിലെ ചായ ഇടാതെ കുടിച്ച് നോക്കി, ടീ ഉണ്ടാക്കി ഇടാതെ കുടിച്ചു. പിന്നെ ലൈം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇടാതെ കുടിച്ചു നോക്കി. വൈകിട്ട് 1 സ്പൂൺ, അത് മതി. അതും എനിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ഒഴിവാക്കിയത് കൊണ്ട്. അതൊരു ബുദ്ധിമുട്ട് ചായ ഒഴിവാക്കലായിരുന്നു. അത് മെല്ലെ മാറ്റിയെടുത്തു.